This is Yasida Harris from Sehri World. ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് നെല്ലിയാമ്പതിക്ക് പോണ ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഒരു ഹായ് പറയടാ. ഇതൊക്കെ രാവിലെ എണീച്ചതിൻ്റെ ഉറക്കച്ചടലിലാണ്. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി ചെന്നിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ പോത്തുണ്ടിയാണ് എത്തിയേക്കണത്. പോത്തുണ്ടിയിലൊരു ഡാം ഗാർഡൻ കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ സ്റ്റെപ്പ് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഡാം വ്യൂവും ഗാർഡനും കൂടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി ഗാർഡനാണ് ഉണ്ടോ. അവിടെ നോക്കുമ്പോൾ നമ്മുടെ മലയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഡാം വ്യൂ ആണ്. അപ്പോൾ ഡാം ഗാർഡനാണ് കേട്ടോ ഇത്. പോത്തുണ്ടി ഡാം ഗാർഡനാണിത്. അപ്പോൾ കുട്ടികളെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും ഇപ്പോൾ കയറ്റൂല. കണ്ടോ, ഈ സ്റ്റെപ്പ് കയറി മോളിൽ നിന്നുള്ള വ്യൂ ഡാമിലേക്കാണ്. മോളിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. മറ്റേ മലേൻ്റെ ഇവിടെ നിന്ന് ഇതേ ഇത്രയും സ്റ്റെപ്പ് അങ്ങോട്ട് കയറണം. ആരെ കയറ്റി വിട്ടേരെ. ഇതൊക്കെ രണ്ട് സൈഡ് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇത്രയും സ്റ്റെപ്പ് മോളിൽ ചെല്ലണം. അപ്പോൾ നമുക്ക് മോളിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വെളുപ്പിനൊക്കെയാണ് വരേണ്ടത് കേട്ടോ. അടിപൊളി വ്യൂവാണ്. നല്ല വെളുപ്പിനൊക്കെ വന്നിരുന്നിട്ട് വേണം. ഇതിപ്പോൾ ഉച്ചയായതുകൊണ്ട് ചെറുതായിട്ട് വെയിലായി തുടങ്ങി. അതായിരിക്കും. നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കിതപ്പുണ്ട്. ഇത്ര സ്റ്റെപ്പ് കയറിയോണ്ട്. അമ്പോ എന്താ വ്യൂ. അങ്ങോട്ടൊക്കെ ഫോഗാന്ന് തോന്നുന്നു. ക്ലിയർ ആവണില്ല അല്ലേ. സൂപ്പർ വ്യൂ കേട്ടോ. ഇത് കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയെന്നെ. താഴെ നോക്കി. താഴെ നല്ല രസമുണ്ട്. നമ്മളിത് ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നത്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങോട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം ദൂരത്തേക്കുണ്ട് ഈ ഗാർഡൻ. കണ്ടോ, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡനാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കിയേ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ പറ്റിയാൽ വരണം. നല്ല സൂപ്പർ സ്ഥലമാണ്. അങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടോ, അങ്ങോട്ട് അറ്റം വരെ നമുക്ക് നടക്കാം. പക്ഷെ ഞാൻ അത്രയൊന്നും പോണില്ല, കാരണം നല്ല ചൂടുണ്ട്. ഉച്ചയായി തുടങ്ങി, അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും പോണില്ല. പിന്നെ നമ്മൾ നെല്ലിയാമ്പതിക്ക് എത്തിയിട്ടില്ല. എത്തുന്നതിന് മുന്നെയാണ് കേട്ടോ ഈ ഗാർഡൻ വരുന്നത്. പക്ഷേ ഈ ഗാർഡൻ മിസ് ചെയ്യരുത്, കാരണം ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്. താഴത്തോട്ടും അതെ, അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഡാം വിത്ത് ദാറ്റ് കണ്ടോ, ആ മലയും കാണാം. പിന്നെ താഴെ അടിപൊളി ഗാർഡൻ. ആദ്യം നമ്മൾ കുറച്ച് വെയിലൊക്കെ ആവണേക്ക് മുമ്പ് വരണം, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ട് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഈ ഗാർഡൻ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഫോഗ് എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കണ്ടതായിരുന്നു. എന്തോ കുറച്ച് ഫോഗ് ഉണ്ട് ആ ഭാഗത്ത്. ഫോഗിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും സൂപ്പർ സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെയിലായിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കായിരുന്നു.
വൈകുന്നേരമോ വെളുപ്പിന് പറഞ്ഞതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് എത്ര മണിക്ക് തുറക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമുക്കൊരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ട്. ചേച്ചി അവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വരികയായിരുന്നു. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. ചേച്ചിയുടെ പേരെന്താ? ശാന്ത. അപ്പോൾ ശരി ചേച്ചി, ബൈ. അപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഇത് അത്യാവശ്യം ഏരിയ ഉള്ളൊരു പാർക്കാണ്. ഞാൻ കുറച്ചങ്ങോട്ട് പോയി നോക്കാം. കുറേ അങ്ങോട്ട് പോകാനായിട്ട് നല്ല ചൂടുണ്ട്. പക്ഷേ ഇവിടെ താഴെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഡാമിൻ്റെ മേലെ നല്ല ചൂടായിരുന്നു. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്ന് നോക്കാം. നല്ല രസമുണ്ട്. നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അവർ നല്ല വൃത്തിയിലിട്ടിട്ടുണ്ട്. അതാണ് പറയേണ്ട ഒരു കാര്യം. കണ്ടോ, നമുക്ക് വീക്കെൻഡ്സൊക്കെ വന്നൊക്കെ ഇരിക്കാൻ, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ നല്ല രസമുണ്ട്. പറ്റണ പോലെ ചെടികളൊക്കെ വെച്ച് അത് നന്നായി ട്രിമ്മൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒരു ഊട്ടിയിലൊക്കെ പോയ ഫീലിംഗ് ഉണ്ട് ഇവിടെ വന്നപ്പോൾ. രസമുണ്ട്. കണ്ടോ, ഈ മുള ബാമ്പു ഒക്കെ നല്ലൊരു തണലാട്ടോ. നല്ല എത്ര ചൂടാണ് ശരിക്കും പറഞ്ഞാൽ. മുകളിൽ കയറിയപ്പോഴാണ് വെയിലിൻ്റെ ആ ഒരു ആധിക്യം മനസ്സിലായത്. പക്ഷെ താഴെ പാർക്കിലിറങ്ങിയപ്പോൾ നല്ല തണലാണ്. ജസ്റ്റ് ഇത്രയും കണ്ടിട്ട് നമുക്ക് തിരിച്ച് നടക്കാം. കാരണം മോൻ വന്നിട്ടില്ല. മോനും ഹസ്ബൻഡും കാറിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നടക്കാം ഇനി. കേട്ടോ, നല്ല തണല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഇത് വെച്ച് നല്ല ഇവിടെ എന്തിനാ ഇത് വന്നത്? വാവ്, ഐസ്ക്രീം തിന്നാൻ വന്നാണല്ലേ? ആണോ? ദേ ഇവിടെ നല്ല രസമുള്ള ഫേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ റോഡ് സൈഡിൽ കണ്ടപ്പോൾ വെറുതെ പറിച്ചുകൊണ്ട് പോകണതാ. നോക്കി, നല്ല ഭംഗിയുള്ള ഫേൺസ് ഉണ്ട്. 2-3 എണ്ണം പറിക്കുന്നുണ്ട്. വേറെ ടൈപ്പും ഉണ്ടേ. ഫേൺസ് കണ്ടോ? പിന്നെ ഇനിയുണ്ട്. തേനാ കുറേ ഉണ്ട് ഇവിടെ ഫേൺസ്. ഇഷ്ടം പോലെ ടൈപ്പുണ്ട്. നല്ല ഭംഗിയുള്ള ഫേൺസാണേ. ഇനി വേറൊരു ടൈപ്പും കൂടെ കണ്ടു, അതും കൂടെ പറിക്കാം നമുക്ക്. കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് ഫേണാട്ടോ. ഇത് പറിക്കാൻ ഇതിൻ്റെ വേര് പോയി. ഇവിടെ കിട്ടുമോ നോക്കട്ടെ ഇതിൻ്റെ വേര്. അതും കിട്ടിയില്ല. ഇതിൻ്റെ വേര് കിട്ടിയില്ല. അവിടെ ഉണ്ട്. അധികം വേര് പിടിക്കാത്തത് നോക്കി പറിക്കാം, അല്ലെങ്കിൽ കിട്ടൂല. ദേ ഇത് ഇതിൻ്റെ വേര് നന്നായി പിടിച്ചു പോയി തോന്നുന്നു. ഇത് കിട്ടി. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഫാൻസി കിട്ടി. ബാ, ഇവിടെ ആയിട്ടൊരു കുണ്ടറച്ചോല പാലമുണ്ട്. ആ പാലത്തുമ്പോൾ നല്ലൊരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. കുഞ്ഞു വാട്ടർഫോൾ, നല്ല രസമുണ്ട്. ആൾക്കാർക്ക് നമുക്ക് കുറേ ഇങ്ങനെ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. കുഞ്ഞു വാട്ടർഫോൾസ്. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പം വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. നല്ല വലിയൊരു പാറ. നമ്മള് കുറച്ച് മങ്കികളൊക്കെ കണ്ടപ്പോൾ ഇത് നോക്കി, കുറേ ഉണ്ട്. മങ്കിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതേനാ ഇത് മങ്കികൾ കുറേ ഉണ്ട്. കണ്ടോ, കളിക്കണ നോക്കി. അപ്പോൾ ഫ്രണ്ട്സ്, പാർട്ട് 1 അധികം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2-ൽ ഗ്രീൻലാൻഡ് ഫാം ഹൗസ് റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ദിസ് ഇസ് യസീദ ഹാരിസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.